പാട്ടായി അതിനെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. 89-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ നമുക്കറിയാം സിംഹാസനം തകർന്നു, ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് പറയുമ്പോൾ ചില വാഗ്ദത്തങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആ സങ്കീർത്തനം പാടുന്നത് നമുക്കറിയാം. സ്തോത്രം. വാഗ്ദത്തങ്ങളെ ചൂണ്ടിക്കാണിച്ച് പാടുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് ഏതെങ്കിലും ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തത്തിന് വിരോധമായി എന്ത് സംഭവിച്ചാലും ആ വാഗ്ദത്തത്തെ പിടിച്ച് പ്രാർത്ഥിച്ചു. ചുരുങ്ങിയ തോതിൽ നമുക്കറിയാം. സ്തോത്രം. ആ 88-ാം സങ്കീർത്തനം കരച്ചിലോട് വിലാപത്തോട് താൻ പാടി അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ കൊണ്ടെല്ലാം തീർന്നെന്ന് പറയുമ്പോൾ 89-ാം സങ്കീർത്തനക്കാരൻ സ്തോത്രം ദൈവത്തിന്റെ ദയയെക്കുറിച്ച് കൃപയെക്കുറിച്ച് വർണ്ണിച്ചു പാടുകയാണ്. താൻ പാടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം ഇവിടം കൊണ്ട് അസ്തമിച്ചെന്ന് പറഞ്ഞു. ഇല്ല, ദാവീദിനോട് ദൈവം നിയമം ചെയ്തിട്ടുണ്ട്. ദാവീദിനുള്ള നിയമം മാറാത്തതാണ്, അത് ശാശ്വതമായി നിൽക്കുന്നതാണ്, അതിന് മാറ്റം വരത്തില്ല. അത് ദൈവം ദാവീദുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് അവന്റെ സിംഹാസനം മാറ്റപ്പെട്ടു നിനക്ക് തോന്നിയാലും സിംഹാസനത്തെ ഉറപ്പിക്കുന്ന ഒരു ഉയരത്തിലുണ്ട്. യേശു ക്രിസ്തു ഇവിടെ കൊണ്ട് അസ്തമിച്ചു, അവന്റെ പേര് പട്ടുപോയെന്ന് പറയുമ്പോൾ രാജാതിരാജനായിരിക്കുന്ന കർത്താവ് ക്രിസ്തേശു ജയാളിയായി ജയവീരനായി വെള്ള കുതിരപ്പുറത്ത് ഈ ദിവസങ്ങളിൽ സ്തോത്രം ദൈവമക്കൾ ഒരുമിച്ച് കാത്തിരിക്കുന്നത് പോലെ അവൻ വെള്ള കുതിരപ്പുറത്ത് ദൈവജനത്തെ ന്യായവിധിക്കുവാൻ ദൈവസഭയെ വീണ്ടെടുക്കുവാൻ അവൻ വരുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞോട്ടെ. അവന്റെ സിംഹാസനം അറ്റുപോയെന്ന് പറയുന്നവർ ലജ്ജ തോന്നുമാർ അവൻ സിംഹാസനത്തിൽ വാഴുന്നത് കാണാൻ പോകുന്നു. നാം അവന്റെ ചുറ്റും നിന്ന് അവനെ ആരാധിക്കാൻ പോകുന്നു. ശിഷ്യന്മാരൻ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം നിങ്ങൾ സകലം വിട്ടെന്നെ പുറപ്പെട്ടപ്പോ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നിന്നെ പകച്ചു കാണും, പരിഹസിച്ചു കാണും, സ്തോത്രം നിന്ദിച്ചു കാണും. എന്നാൽ സ്തോത്രം സ്വർഗത്തിലെ കർത്താവ് യേശു തമ്പുരാൻ തന്റെ പരസ്യമായ ശുശ്രൂഷയിൽ നമുക്കറിയാം. സ്തോത്രം മത്തായി സുവിശേഷം 18-19-ാം അധ്യായം 27-28 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. സ്തോത്രം പത്രോസ് പറയുകയും ഞങ്ങൾ സകലവും വിട്ട് നിന്റെ പുറകെ വരുന്നു, ഞങ്ങൾക്ക് എന്തോ കിട്ടും. കർത്താവ് പറഞ്ഞു, തരാൻ പോകുന്നു ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്, നിങ്ങൾ 12 പേരും എന്റെ സിംഹാസനത്തോട് ചേർന്നുള്ള സിംഹാസനത്തിരുന്ന് ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും നിങ്ങൾ ന്യായം വിധിക്കും, ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കും. സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് പകൽ ദൈവത്തെ നോക്കി ഇറങ്ങി തിരിച്ച ദൈവത്തിലെ ചുമ്മാ ഏതെങ്കിലും ഒരു ചേറല്ല കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്, കർത്താവിനോട് കൂടെ ഇരുത്താൻ പോകുന്നു. വിശ്വസിക്കുന്നത് സ്തോത്രം പറഞ്ഞാട്ട് വെല്ലുവിളി ആർക്ക് കൂടുതലുണ്ട്, ആർക്ക് എതിർപ്പുകൾ കൂടുതലുണ്ട്, ആർക്ക് കൂടുതൽ അടിച്ചമർത്തലുണ്ട്, അവന് വേണ്ടി സ്വർഗം വലിയ സിംഹാസനം ഒരുക്കപ്പെട്ടു എന്ന വാഗ്ദത്തത്തെ വിളിച്ചു പറയുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്. സ്തോത്രം. ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടുമെന്ന് പ്രവചനാത്മാവിൽ യെശയ്യാപ്രവചനം വിളിച്ചു പറയുമ്പോൾ സിംഹാസനം തീർന്നു, ഇനി ഒന്നും എഴുന്നേൽക്കത്തില്ല, എല്ലാം താഴെ പോയെന്ന് പറയുമ്പോൾ കർത്താവ് പറയില്ല, ഞാൻ അവനോട് നിയമം ചെയ്തിരിക്കുകയാണ്. നമ്മളോട് നിയമം ചെയ്ത മനുഷ്യനല്ല, ദൈവമാണ്. അതുകൊണ്ട് ആ നിയമം പാലിപ്പാനും ശക്തനായ ദൈവമാണ്. രണ്ടും നിലയിലുള്ള പാട്ട്, ഒന്ന് കണ്ണുനീരിന്റെ പാട്ട്. അതുകൊണ്ട് അവിടെ നിർത്താതെ നിങ്ങളെ ഒരു ഗസമന തോട്ടത്തിൽ മാത്രം എത്തിക്കാതെ നിങ്ങളെ വാഗ്ദത്തങ്ങളിൽ ഉണർത്തുവാൻ എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇവിടെ നിന്ന് വായിച്ചുകൊണ്ട് പരിശുദ്ധനോട് 89 വായിച്ചേക്കാൻ പറഞ്ഞു. 89 നിങ്ങളോട് പറയുമ്പോൾ 88ന്റെ അനുഭവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ വാഗ്ദത്തങ്ങളെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ നിയമം ചെയ്തിട്ടുണ്ട്, നിയമം ചെയ്തിട്ടുണ്ട്. ദൈവം നിയമം ചെയ്താൽ വാക്ക് മാറ്റത്തില്ല. നാം വേണ്ട എന്ന് പറഞ്ഞാലും ദൈവം നിയമം ചെയ്തിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം നമ്മളെ മുമ്പോട്ട് നടത്തുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു സ്വന്തം പറഞ്ഞാട്ട്. അങ്ങനെയാണെങ്കിൽ ഈ 89-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ വായിച്ചു വിട്ടിടത്ത് നിങ്ങൾ ശ്രമിച്ചു കാണും. അതിന് 30, 31, 32 വാക്യങ്ങൾ 89-ാം സങ്കീർത്തനം 30, 31, 32 വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു. പുത്രന്മാർ എന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എന്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എന്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. 33 എങ്കിലും എന്റെ ദയയെ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളയുകയില്ല, എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല. ഇവരതൊക്കെ ചെയ്തെങ്കിലും ഇവർക്ക് ആ സമയത്ത് ഞാൻ അടി കൊടുക്കും. പക്ഷെ എന്റെ ദയ അവരിൽ എടുത്തു കളയാത്തത് കൊണ്ടാണ്, എന്റെ ദയ അവരിൽ നിന്ന് എടുത്തു മാറ്റാത്തത് കൊണ്ടാണ് അവർ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നത്. സാത്താൻ നമ്മളെ ആക്രമിക്കാൻ പലയിടങ്ങളിൽ പതുങ്ങിയിരുന്നു. അവിടെ ഒന്നും സാത്താന്റെ ആയുധം നമുക്കെതിരെ കടന്നു വരുന്ന കാരണം ദൈവത്തിന്റെ ദയ നമ്മൾ എടുത്തു കളഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്ന സ്വന്തം പറഞ്ഞാട്ട് എന്റെ വചനത്തെ ഉപേക്ഷിച്ചു, എന്റെ നിയമത്തെ ലംഘിച്ചു, അവർ എന്റെ സ്തോത്രം നാമത്തിന് അനുഗ്രഹപ്രദമായി നീങ്ങിയെന്നല്ല പറഞ്ഞത്, വിരോധമായി നടന്നു. ഞാൻ അവരെ വടി കൊണ്ട് ശിക്ഷിക്കും, എങ്കിലും എന്റെ ദയ അവരെന്ന് എടുത്തു കളഞ്ഞിട്ടില്ല. എത്ര നല്ല ദൈവമാണ്. സ്തോത്രം പറഞ്ഞു. അവന്റെ വിശ്വസികൾ സ്തോത്രം പറഞ്ഞാട്ടെ.
ഇന്ന് പകൽക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മൾ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ചിലർ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും, അയ്യോ ദൈവത്തിന്റെ ദയ ഉള്ളത് കൊണ്ടാ എന്റെ സഹോദരൻ, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ മരുമകൾ, എന്റെ മരുമകൻ, എന്റെ അയൽവക്കത്തുള്ള ഭവനം, എന്റെ ചുറ്റുപാടുള്ള ഭവനം, എന്റെ സഹോദരി കുടുംബം ഒക്കെ നിലനിൽക്കുന്നതെന്ന് എത്ര പേര് പകൽക്കാലം കരവിട്ട് സ്വന്തം പറയും. നിങ്ങളെ കൂടെ കൊണ്ട് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയിട്ട് അല്പം കഴിഞ്ഞപ്പോൾ പിന്മാറി പോയെങ്കിലും സ്വന്തം നിന്റെ നിരന്തരമായുള്ള പ്രാർത്ഥനയും ദൈവത്തിന്റെ കരുതലവരുടെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തെ മറന്നു കളയാത്തതെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് മകൾ സ്തോത്രം പറഞ്ഞാട്ടെ. എന്നെ ദൈവം നീക്കിക്കളയേണ്ട സമയം കഴിഞ്ഞു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്രയോ ക്രമീകരണ കേടുകൾ വന്നിട്ടു. വാക്കാകട്ടെ, പ്രവൃത്തിയായിട്ട്, വർത്താനമാകട്ടെ. നമ്മൾ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ കാര്യമുണ്ട്. സ്തോത്രം. സഹോദരിയായിട്ട്, സഹോദരനായിട്ട്, മക്കളായിട്ട്, അപ്പനായിട്ട്, അമ്മയായിട്ട് സഹോദരൻ ദേഷ്യം വരുമ്പോൾ ചായ അങ്ങനെ പറയല്ലേ, എടി നീ അങ്ങനെ പറയല്ലേ, നമ്മൾ ദൈവമുള്ളവരല്ല. സ്തോത്രം. പിന്നെ ഒരു ദൈവം ആ ദേശത്തിന് പുറത്ത് പറയുന്നതാ മോശയ്ക്ക് പലപ്പോഴും പറ്റിയ പോലെ. പക്ഷെ ദൈവത്തിന്റെ ദയ നമ്മുടെ കൂടെ നിരന്തരമായതുകൊണ്ടാണ് ദൈവം നമ്മളെ വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, സ്തോത്രം. കണ്ണുനീരിന്റെ അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്തോത്രം സങ്കീർത്തനക്കാരൻ 89 പറയുക, സ്തോത്രം നിങ്ങൾ പാടിക്കോണം. ഒരു പ്രത്യാശയോടെ സങ്കീർത്തനം പ്രവർത്തിക്കുക. സ്തോത്രം. തീർന്നെന്ന് പറയുമ്പോൾ ഇല്ല, ഞങ്ങളുടെ കുടുംബത്തോടൊരു വാഗ്ദത്തമുണ്ട്, എന്റെ ഭാവിയോടൊരു വാഗ്ദത്തമുണ്ട്. ഓ ഇവനെ കൊണ്ടൊരു നന്മ കാണാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ എന്താ പറയണം? ഇല്ല, അവന്റെ നേരെ വിരൽ ചൂണ്ടി ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്, ആ വാഗ്ദത്തം എഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. പറയാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം വിളിക്കുന്ന ഓരോ വ്യക്തികൾക്കും, ഓരോ കുടുംബങ്ങൾക്കും, ഓരോ കുഞ്ഞുങ്ങൾക്കും 100 വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറയും, 100 നിനക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഒന്ന് നിനക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിരന്തരമായി ആ വാഗ്ദത്തം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. നിന്റെ സിംഹാസനം ദാവീദിന്റെ സിംഹാസനം സ്ഥിരപ്പെടുത്തിയത് പോലെ, യേശുവിന്റെ സിംഹാസനം സ്ഥിരപ്പെട്ടിരിക്കുന്ന പോലെ ഒരു സ്ഥിരമായ ഒരു സിംഹാസനം ദാവീദിന് യേശുവിനെ വന്നിരിക്കുന്ന പോലെ യേശുവിനെ പിൻപറ്റുന്ന വചനത്തിൽ ആശ്രയിക്കുന്ന കുടുംബമേ, എനിക്കും നിനക്കും പ്രശംസിപ്പാൻ വകയുണ്ട്. സ്വന്തം പറയാൻ പറ്റും. കണ്ണുകളെ അടച്ചാട്ട് വിശ്വാസത്തോട് നിങ്ങൾ പറഞ്ഞാൽ എന്റെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്, എന്റെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. ഞാൻ ആ വാഗ്ദത്തത്തിന് പുറകിൽ ഓടുകയാണ്. പ്രതീക്ഷ എല്ലാ സ്ഥാനത്ത് എല്ലാവർക്കും വിരോധമാണ്. 4 വഴി അടച്ചു. പക്ഷെ ഒരു വാഗ്ദത്തമുണ്ട്, വാഗ്ദത്തമുണ്ട്. ഞാൻ ആ വാഗ്ദത്തത്തിൽ ആശ്രയിക്കുക. സടകുടഞ്ഞ് ഞാൻ ആ വാഗ്ദത്തം നടുവിൽ എഴുന്നേൽക്കുകയാണ്. എല്ലാം തീർന്നു, എല്ലാം അസ്തമിച്ചു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു വാഗ്ദത്തം എഴുന്നേറ്റ് വരിക. വിശ്വാസത്താൽ നിങ്ങൾക്ക് ദൈവം പറഞ്ഞ ഏതെങ്കിലും ഒരു വാഗ്ദത്തം ഓർമ്മയുണ്ടെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ നിങ്ങളെ ഇംപ്രസ് ചെയ്യുക, നിങ്ങളെ ടച്ച് ചെയ്യുക. വചനം വായിച്ചപ്പോൾ നിന്നോടാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വചനം നിങ്ങൾക്ക് ഉരുവിടാം. ഇല്ല, നിന്നോട് നോക്കി വാഗ്ദത്തം പറഞ്ഞു, ആ വാഗ്ദത്തം നിനക്ക് പറയാം. യെസ്, പറയാം. എന്നെ നിന്റെ വിഷയത്തിന് വിടുതൽ തരേണ്ടത് ചിലർ പിശാച് പിടിച്ചു വച്ചിരിക്കുക. വാദിച്ചോ, പ്രാർത്ഥിച്ചു, ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഈ കൃപയുടെ മഹത്വം ഓർമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇംപ്രസ് ചെയ്ത വചനം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മൾ ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്തോത്രം പറഞ്ഞു. ഈ സമയത്ത് സ്തോത്രം. കുഞ്ഞുങ്ങളായിരിക്കുന്ന